ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൻ CUT ചാനൽ. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടൊരു 2 ആഴ്ചയായി അല്ലേ? നമ്മൾ CUTയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദിവസമായി നിങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ വന്നിട്ട്. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ മോഹിക്കുന്ന ഒരു കോളേജ്, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് കോളേജുകൾ പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകളാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യ അവസാനം വരെ കാണണം. കാരണം ഗ്ലോബൽ ലെവലിൽ തന്നെ ഇപ്പോൾ DUയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടി ഇങ്ങനെ വരികയാണ് അല്ലേ? ഇപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസ് ആണെങ്കിലും, ലേഡി ശ്രീറാം കോളേജ് ആണെങ്കിലും, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഗാർഗി കോളേജ്, ഹിന്ദു കോളേജ്, മിറാണ്ട ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുണ്ട്. ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര തിരക്ക് അല്ലെങ്കിൽ അടിയാണ് അല്ലേ കുട്ടികൾ അല്ലേ? സോ DUയിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വെറും CUTയുടെ സ്കോർ മാത്രം പോരാ. നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uod.ac.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അവിടെ CSAS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നാണ് CSASനെ പറയുക. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ UGക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പോർട്ടലിൽ കയറിയിട്ട് 3 ഫേസ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫേസ് ഓൺവേർഡ്സ് CUTയുടെ സ്കോർ വന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ CSASൻ്റെ പ്രോസ്പെക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ താഴെ അതിൻ്റെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ CUTയുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡ് അടിച്ച് കയറുക. എന്നിട്ട് ഫസ്റ്റ് ഫേസിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അച്ഛൻ്റെ അമ്മയുടെ പേര് മുതലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം ഫീയും കൂടെ അടയ്ക്കണം. ഫീ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ, അതേപോലെ EWS അതേപോലെ OBCക്ക് 250 രൂപയും SC/ST കാറ്റഗറിക്ക് 100 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്ത് വെക്കുക. സെക്കൻഡ് ഫേസിലാണ് നിങ്ങളുടെ QAT സ്കോർ, അതേപോലെ തേർഡ് ഫേസിലാണ് നിങ്ങളുടെ പ്രിഫറൻസ് ഫില്ലിംഗ് ഒക്കെ വരുന്നത്. അതായത് നിങ്ങൾ ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ തേർഡ് ഫേസിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ DUയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ കുട്ടികളും ഇന്ന് തന്നെ പോർട്ടലിൽ കയറിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക. സോ എല്ലാവർക്കും CUTയിൽ ഒരു നല്ല സ്കോർ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബായ്, എല്ലാവരും നമുക്ക് കാണാം.